ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ മോഡൽ എക്സാം ആണ്. വരുന്ന മലയാളം 2 അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഉള്ള മോഡൽ എക്സാം ആണ്. ഇത് നിങ്ങൾ ചെയ്ത മോഡൽ എക്സാം തന്നെയാണ്. ഫെബ്രുവരിയിൽ നിങ്ങൾ എഴുതിയ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. 2026 കേട്ടോ. മലയാളം 2 ആണ്. നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് മലയാളം 2. നിങ്ങൾക്ക് അറിയാമെല്ലാം. അപ്പോൾ നമ്മളിത് എന്തിനാണ് ലാസ്റ്റ് നിമിഷത്തിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതേ പാറ്റേൺ തന്നെയായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങളായിട്ട് വരിക. എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചത്, ഒരേ ചോദ്യങ്ങളാവണം എന്നില്ല. എന്ത് ചെയ്യും, അതേ ഭാഗത്തു നിന്ന് തന്നെ വേറെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ആ ഭാഗം കൂടുതലായി പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എത്രത്തോളം എഴുതണം എന്നുള്ളത്. ഇപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അത് കണ്ടോ, 1 മാർക്കിൻ്റെ ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ, 3 മാർക്കിൻ്റെ, 4 മാർക്കിൻ്റെ, 6 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എത്ര പേജസ് എഴുതണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എഴുതിയാൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നൊരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 മലയാളമാണ്. 40 മാർക്കാണ്. 1.5 മണിക്കൂറാണ് സമയം. ആദ്യം നിങ്ങൾക്ക് 1 മുതൽ 4 വരെ ചോദ്യങ്ങളാണ്. ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. 1 മാർക്കാണ്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം എന്താ? ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. ഏട്ടക്കൂരി എന്നുള്ളതിലത്തെയാണ്. ഇവിടെ സൂചിതമാവുന്നത് എന്ത് എന്നുള്ളതാണ്. ഇതിൻ്റെ എന്താണ്? പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അതിജീവന ശ്രമം. 2, കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികൾ. വാക്യസന്ദർഭത്തിൽ അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? സ്നേഹവും വാത്സല്യവും. പഞ്ചവർണ പൈങ്കിളിയിലെ പങ്ക് റങ്കുള്ളോളെ ഗൽബിലെ നിലാവ്. ഈ വരികളിലെ ആശയത്തിന് യോജിച്ച പ്രസ്താവന ഏത്? ആകർഷകമായ സൗന്ദര്യത്തിനുടമയാണ് നായിക. 4, എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീരുൾ നാട്ടിലൻ ചങ്ങാതിമാർദ്ദൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ വിഷുക്കണി. കാവ്യ സന്ദർഭത്തിൽ വെട്ടം എന്ന പ്രയോഗത്തിന്റെ സവിശേഷാർത്ഥം എന്ത്? സമൃദ്ധി. അപ്പൊ ഇതുപോലെയൊക്കെ നമുക്ക് ഓരോ ഭാഗത്തുനിന്ന് പാഠത്തിന്റെ വരികൾ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെ വരുന്ന പോയട്രി ഒക്കെ വരുന്നതൊക്കെ നിങ്ങൾ കവിതയൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. അടുത്തത് 5 മുതൽ 7 വരെ ചോദ്യങ്ങളാണ്. 3ഓ 4ഓ വാക്യത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. 3 മാർക്ക് വീതമാണ് കേട്ടോ. അപ്പം 3 മാർക്ക് വീതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആദ്യ ചോദ്യം നോക്കൂ. അർത്ഥവ്യത്യാസം വരാതെ 3 വാക്യമാക്കുക. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ അതിനെ നമുക്ക് 3 വരികളാക്കണം. അപ്പൊ നോക്കൂ, ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തേണ്ടതുണ്ട്. അത് ആദ്യത്തെ സെന്റൻസ്. 2, ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ച് അവരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റണം. അടുത്തത്, ഇക്കാര്യങ്ങൾ ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ 3 സെന്റൻസ് ആക്കി മാറ്റുക. 6, അടുപ്പത്തെ പണി ഒരു കടലാഫീസേ അതങ്ങട്ട് തീർന്നു എന്ന് പറയാൻ പറ്റി അങ്ങനെ. എൻ്റെ പെയിൻ്റടി പോലല്ലാതെ എന്നല്ലാതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ചിത്രകാരിയിലത്തെയാണ്. ഇത്തരം സമീപനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? വ്യക്തമാക്കുക. അപ്പോൾ ചിത്രകാരി എന്ന കഥ നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാൻ, അതായത് സ്ത്രീകളുമായി റിലേറ്റ് ചെയ്ത് സ്ത്രീ വിരുദ്ധ പ്രസ്താവനയൊക്കെ ഉള്ളൊരു ചാപ്റ്റർ ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായി നോക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം. ചിത്രകാരി എന്ന കഥയിലെ സമീപനത്തോടുള്ള പ്രതികരണം. അപ്പോൾ ഹാഫിസിന്റെ ഉമ്മ ഫിസിയോട് നടത്തുന്ന ഈ പരാമർശം തികച്ചും യാഥാസ്ഥികവും സ്ത്രീവിരുദ്ധവുമാണ്. അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും കലയും സർഗാത്മകതയും അവർക്ക് ചേർന്നതല്ലെന്നുമുള്ള വികലമായ ചിന്താഗതിയാണിത്. ഒരു സ്ത്രീയുടെ ലോകം അടുക്കളയിൽ ഒതുങ്ങേണ്ടതാണെന്നും പുരുഷന്മാർക്ക് ഭക്ഷണം വെച്ചുണ്ടാക്കലാണ് അവളുടെ പ്രധാന കർത്തവ്യമെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഉമ്മ. ഇത്തരം സമീപനങ്ങൾ സ്ത്രീകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയും അവരുടെ സ്വത്വത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കല ഒരാളുടെ അന്തരാത്മാവിന്റെ വെളിച്ചമാണെന്നും അത് ലിംഗഭേദമന്യേ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്.
അപ്പോൾ ഇത് 3 മാർക്കിൻ്റെയാണ്. 3 മാർക്കിൻ്റെ കണ്ടോ നമ്മൾ എത്ര ലൈനാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് 11 ലൈനോളം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം എഴുതണമെങ്കിൽ കേട്ടോ. അര പേജ് ഒന്നും വേണ്ട, എങ്കിലും ഒരു 10-12 ലൈൻ നിങ്ങൾ എഴുതുക. ഇനി 7ലാണ് 7A 7B ആണ്. 7A എന്താ ചോദ്യം? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഈ വരികളിലെ ആശയഭംഗി കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ ഉണ്ട്. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചുപോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചുപോയി കൽബിലെ നിലാവ്. നായികയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഗാനഭാഗത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? അപ്പൊ 2 ചോദ്യം ഉണ്ട് അല്ലെ. ആദ്യത്തേൽ ആശയഭംഗിയും രണ്ടാമത്തെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും. അപ്പൊ 7Aയും 7Bയും എങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. രണ്ടും കവിതാ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ 7A നോക്കൂ. വള്ളത്തോളിന്റെ വരികളിലെ ആശയഭംഗി മറ്റുള്ള ഭാഷകൾ വളർത്തമ്മമാരെ പോലെയാണെന്നും മാതൃഭാഷയാണ് പെറ്റമ്മ എന്നുമുള്ള ശക്തമായ പ്രയോഗമാണ് കവി ഇവിടെ നടത്തുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ പാൽ കുടിച്ച് വളരുന്നത് പോലെ മാത്രമേ മാതൃഭാഷയിലൂടെ അറിവ് നേടിയാൽ പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ സാധിക്കൂ. ലോകത്തിലെ ഏത് ഗഹനമായ വിജ്ഞാനവും ഒരാളുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണം. മാതൃഭാഷയോടുള്ള ആഴത്തിലുള്ള ആത്മബന്ധത്തെയും അതിന്റെ അനിവാര്യതയും ഈ വരികൾ അടിവരയിടുന്നു. അപ്പൊ ഇത്ര എഴുതിയാൽ മതി നമുക്ക്. ഇനി 7B നോക്കൂ. അതേ 3 മാർക്കിന്റെ ചോദ്യമാണ്. 7B കണ്ടോ, കുറച്ച് അധികം ഉണ്ടല്ലേ. കാത്തിരിപ്പിന്റെ തീവ്രത അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. കാത്തിരുന്ന് എന്ന പദത്തിന്റെ ആവർത്തനം നായികയെ കാണാനുള്ള നായകന്റെ അടങ്ങാത്ത ആഗ്രഹത്തെയും എത്രത്തോളം അക്ഷമയോടെയാണ് അവൻ കാത്തിരിക്കുന്നത് എന്നതിനെയും സൂചിപ്പിക്കുന്നു. ഏകാഗ്രത, കാൽ തരിച്ചുപോയി എന്ന പ്രയോഗത്തിലൂടെ എത്ര നേരം കാത്തുനിന്നാലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് നായകന്റെ മനസ്സ് പൂർണ്ണമായും നായികയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ആരാധന കലർന്ന പ്രണയം, നായികയെ കൺമണി എന്ന് വിശേഷിപ്പിക്കുന്നതും അവൾ പ്രകൃതി സൗന്ദര്യത്തെക്കാൾ വലിയ പദവിയുള്ളവളാണെന്ന് കരുതുന്നതും അവളോടുള്ള പ്രണയത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ 8, 9, 10, 11 5 മാർക്കാണ് കേട്ടോ ഒന്നിന്. അത് അതിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും അരപ്പുറത്തിൽ കുറയരുത്. അരപ്പുറത്തിൽ കൂടിയാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ല. ഇനിയിപ്പോൾ ഒരു പേജ് എഴുതി പോയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ച് എഴുതാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മലയാളം എഴുതുമ്പോൾ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോകരുത് വിശദീകരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ഇവിടെ 8ാമത്തെ ചോദ്യം, ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. സമൂഹത്തിന്റെ ഭാഷയിലൂടെയാണ് അത് നടക്കുക. മാതൃഭാഷാധിഷ്ഠിത പഠനത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. പഠനമാധ്യമം മാതൃഭാഷയാവുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ പഠനാനുഭവങ്ങളുടെ കൂടെ വെളിച്ചത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ 8ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്ര എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. നിങ്ങൾ വായിച്ചു നോക്കുക. കണ്ടോ എഴുതിയിരിക്കുന്നത് എത്രത്തോളം കൂടുതലാണ് എന്നുള്ളത്. മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളത് എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പൗസ് ചെയ്തൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യമാണ്, എല്ലാം എനിക്ക് സുഖമാണ് ധന്യമാണെങ്കിലും ഉണ്ടൊരു അസംതൃപ്തി എപ്പോഴും മനുഷ്യരെല്ലാവരും ഒന്നുപോലാവുന്ന മാനവധർമ്മം പുലർന്നില്ലിതേ വരെ. വയലാർ പറയുന്നതാണ്. മനുഷ്യരെ എല്ലാം സുഖം തന്നെയാണ്, പക്ഷെ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു മനുഷ്യധർമ്മം മാനവധർമ്മം ഇതുവരെ എവിടെയും ആയി കണ്ടില്ല അല്ലെ. എല്ലാവരും തുല്യരായിട്ടാണോ പോകുന്നത്? അല്ല അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് അടുത്തത്, കണി കാൺമതിൻ മുൻപേ കൺ തുറന്നിട്ടാവാം ഞാൻ ഇനി ആ പുലർകാലം വരെയും അസംതൃപ്തൻ എന്ന് പറയുന്നു വൈലോപ്പിള്ളി. 2 കാവ്യഭാഗങ്ങളിലും തെളിയുന്ന സാമൂഹിക കാഴ്ചപ്പാടുകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പൊ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വയലാറിന്റെ വരികളും താരതമ്യം ചെയ്യണം. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് എഴുതണം. അതിനുശേഷം വൈലോപ്പിള്ളി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ എഴുതണം. ശേഷം മാത്രം താരതമ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടോ, ആദ്യം വയലാറിന്റെ വരികളാണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ സമത്വത്തിനായുള്ള ദാഹമാണ് രണ്ടാളും പറയുന്നത്. അതിനുശേഷം നമ്മൾ വയലോപ്പിള്ളിയുടെ കാഴ്ചപ്പാട് എഴുതി. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വായിച്ചു നോക്കണം. ഇതുപോലെ ഏതെങ്കിലും 2 കവിത തന്ന് താരതമ്യം ചെയ്യാൻ ഷുവറായിട്ടും വരും. വയലോപ്പിള്ളിയുടെ കാഴ്ചപ്പാട് താരതമ്യം ചെയ്യുക. ശേഷം നമ്മൾ വയലാർ രാമവർമ്മയുടെ കാഴ്ചപ്പാട് എഴുതുക. അവസാനിപ്പിക്കുമ്പോൾ
നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കുമ്പോൾ രണ്ടുപേരും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്ത് വേണം നമ്മളത് അവസാനിപ്പിക്കണമെങ്കിൽ കേട്ടോ. അത് ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും എഴുതുമ്പോഴും. 5 മാർക്കിന് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എഴുതാവുന്നതാണ്. അടുത്തത് 10A-യും 10B-യും. 10A എന്താ? ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്, ഏട്ടക്കൂരി. ജീവിത പരിസരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു ജനതയുടെ ദുഃഖവും നിസ്സഹായതയും ഈ കാവ്യഭാഗത്ത് പ്രകടമാവുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. 10A ആദ്യം നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ 10B എഴുതിയാൽ മതി. നിങ്ങൾ ഈ ഓപ്ഷൻ ചോദ്യങ്ങൾ തരുന്ന സമയത്ത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ആണത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്പീഡിൽ എഴുതുന്നവരാണെങ്കിൽ ഈ A ക്വസ്റ്റ്യൻ B ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ഓർ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നിങ്ങൾ രണ്ടും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഒന്ന് ഡൗൺ ആയി നമ്മൾ എഴുതിയില്ലെങ്കിൽ പോലും അത് ഈ കറക്ഷൻ ചെയ്യുന്നവർ ചിലപ്പോൾ നമുക്ക് മാർക്ക് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തരുമെന്ന് ഞാൻ ഉറപ്പ് പറയില്ല, തരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 10A ഉത്തരം കണ്ടല്ലോ. സുകുമാർ ചാലികതയുടെ കെത്തളു ഏട്ടക്കൂരി എന്ന കവിതയിലെ വരികളാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് ആദ്യം എഴുതുക. ചാപ്റ്ററൊക്കെ നന്നായി പഠിച്ചിട്ട് പോവുക. ഇതാ ഇത്രയും എഴുതിയിട്ടുണ്ട് കേട്ടോ. ശേഷം B ക്വസ്റ്റ്യൻ വരുന്നത് ഉടമ. 10Bയുടെ ആൻസർ ആണ് കേട്ടോ. ഉടമ. എനിക്ക് ചിറകില്ലല്ലോ, ഞാൻ തന്നെ അവ അറുത്തെറിഞ്ഞില്ലേ. ഉടമയാകാൻ കൂരമ്പേന്താൻ കിളികൾ. നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം, സ്വർണ്ണ ചിറകുകൾ, സ്വപ്നങ്ങൾ, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം. സ്നേഹിച്ചവരുടെ കണ്ണുനീർ കാണുവാൻ മോഹിക്കുമാറില്ല ശുദ്ധമാം സൗഹൃദം. G ശങ്കരക്കുറുപ്പിന്റെയാണ്. ഇതിനെ നിങ്ങൾ വിശദീകരിച്ച് എഴുതണം. ഇതുപോലെ ഇത്രയും വേണം കേട്ടോ. 2 എണ്ണമൊക്കെ തന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതണം, എങ്കിലേ മാർക്ക് വരുള്ളൂ. ഇനി 11ാമത്തെ ചോദ്യം ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ്. നിങ്ങൾ ഗദ്യഭാഗം ഒന്ന് വായിച്ചു നോക്കുക. കേരളത്തിൽ കുട്ടികളുടെ നാടകവേദിയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷണം നടത്തിയ G ശങ്കരപ്പിള്ള തന്റെ പുതിയ നാടക സങ്കല്പം പ്രചരിപ്പിക്കുന്നതിൽ പരിശ്രമിച്ചിരുന്നു. ഗൗരവമാർന്ന ഒരു വിഷയമാണ് 3 പണ്ഡിതന്മാരും പരേതനായ സിംഹവും എന്ന നാടകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തുടങ്ങുന്ന ഗദ്യഭാഗമാണ്. അത് വായിച്ച് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്ന A ക്വസ്റ്റ്യൻ എന്താ? ഈ ഗദ്യഭാഗത്തിന് യോജിച്ച് ശീർഷകം നൽകുക. 2. G ശങ്കരപ്പിള്ള ആദരണീയനാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത്? 3. നാടകരചനയിലൂടെ G ശങ്കരപ്പിള്ള ലക്ഷ്യമിട്ടത് എന്തെല്ലാമായിരുന്നു? അപ്പൊ നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ആ പാരഗ്രാഫിൽ തന്നെ അതിന്റെ ഉത്തരവും നമുക്ക് കിട്ടും. പക്ഷെ വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ 11A ഫസ്റ്റ് ഈ ഗദ്യഭാഗത്ത് യോജിച്ച ശീർഷകം G ശങ്കരപ്പിള്ളയുടെ നവീന നാടക സംസ്കാരം അല്ലെങ്കിൽ മലയാള നാടകവേദിയുടെ വഴികാട്ടി എന്ത് വേണമെങ്കിൽ എഴുതാം. അതുപോലെ 2ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3ാമത്തതിന്റെ ഉത്തരവും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു ഗദ്യത്തിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അടുത്തത് 12നും A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. ഇവിടെ നോക്കൂ 7 മാർക്കാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒരു പുറത്തിൽ കവിയാതെ എന്നാണ്, ഒരു പുറം എന്തായാലും എഴുതണം. ഒരു പുറത്തിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. 12A അവന് ഏറ്റവും മനപ്പീട തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവരെന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു. തനിക്ക് കൈവന്ന ഭാഗ്യം തന്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു. ആനന്ദാശ്രുക്കളാണ്. സൂചനകളും കഥയും വിശകലനം ചെയ്ത് ജോസ് എന്ന കഥാപാത്രത്തെ നിരൂപണം തയ്യാറാക്കുക. അപ്പൊ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, ഉറപ്പായിട്ടും ഉണ്ടാവും. കണ്ടോ, ജോസിന്റെ കഥാപാത്ര നിരൂപണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സാറാ തോമസിന്റെ മുറിപ്പാടുകളിൽ നിന്നുള്ളതാണ്. വായിച്ചു നോക്കുക. 12A. ഇനി 12B ആണ്. 12B എന്തായിരുന്നു ചോദ്യം? നമ്മൾ ചോദ്യം നോക്കിയില്ല അല്ലെ. 12B പറയുന്നത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അക്കാലത്ത് ഒരു ആറ്റം ബോംബായിരുന്നു. നവകേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. പാഠഭാഗം വിശകലനം ചെയ്ത് നാടകവും സാമൂഹിക പരിവർത്തനം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നമസ്കാരം പ്രിയ അധ്യാപകരെ, സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാഷണം തുടങ്ങേണ്ടത്. എന്നിട്ട് എന്താണ് വിഷയം വെച്ചാൽ വിഷയം എഴുതുക. നിങ്ങൾ ഈ വിഷയം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഞാനിത് വായിക്കുന്നില്ല. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് ആയിക്കൊള്ളട്ടെ, അതുപോലെ മലയാളം 1, മലയാളം 2, സോഷ്യൽ, ഇതൊക്കെ എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം?
കുറച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ എത്ര മാർക്കാണ് എന്നതിന് അടിസ്ഥാനത്തിൽ വേണം എഴുതണമെങ്കിൽ. എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് കേട്ടോ, വിശദീകരിച്ച് എഴുതേണ്ടത്. ഇവിടെ മലയാളം 2 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും വിശദീകരിക്കേണ്ട ചോദ്യങ്ങൾ വിശദീകരിച്ച് തന്നെ എഴുതുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വായിച്ചു നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, കുറവായിരുന്നു മാർക്കെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്, റിവൈസ് ചെയ്യുക. എവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് അതിനടിസ്ഥാനത്തിൽ ആ ഭാഗമൊക്കെ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകണമെങ്കിൽ. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വായിക്കുക. അറിയുന്ന ചോദ്യങ്ങളൊക്കെ ആദ്യം എഴുതുക. മാക്സിമം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നന്നായി തന്നെ എക്സാം എഴുതുക. അപ്പം നാളത്തെ എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.